നമസ്കാരം. ഇസ്രയേലിലും ഇറാനിലും യൂറോപ്പിലും അതേപോലെ അമേരിക്കയിലും ബാക്കിയുള്ളവിടെ എന്ത് നടന്നാലും നമുക്ക് വലിയൊരു ചർച്ചാ വിഷയമാണ്. സ്വന്തം നാട്ടിൽ എന്ത് നടന്നാലും അത് ആർക്കും ചർച്ച ചെയ്യപ്പെടേണ്ട അതൊരു ചർച്ചാ വിഷയമേ അല്ല. 2 ദിവസം മുന്നേ ഈ പറയുന്ന പോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു മീഡിയാസിന് മുന്നിൽ. വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടാണെന്ന് അറിയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം കള്ള വോട്ടിനെ കുറിച്ച് ഒരു വീട്ടിൽ 80 വോട്ട്, ആ വോട്ട് ചെയ്യുന്ന ആളുടെ അച്ഛൻ്റെ പേര് ABCDEFG, ആ ഒരു അവസ്ഥയിലുള്ള സ്റ്റേറ്റ്മെന്റാണ് രാഹുൽ ഗാന്ധി മീഡിയാസ് മുന്നിൽ വിട്ട് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, നമ്മളറിയാൻ വേണ്ടിയിട്ട്. അത് ആർക്കും ഒരു പ്രശ്നമല്ല, അത് ആരുടെ സ്റ്റോറി ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴും പലസ്തീൻ ഇസ്രായേലിൻ്റെ സ്റ്റോറി എല്ലാവരും ഇട്ട് കളിക്കുന്നുണ്ട്. അവിടെ ആദ്യം നമ്മുടെ അവിടെ ശരിയാക്കിയിട്ട് വേണം പുറത്തെ രാജ്യത്തെ കാര്യത്തിൽ ഇടപെടാൻ. മനസ്സിലായില്ലേ? കാരണം നമ്മളിതിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഞാനും നീയും നമ്മളെപ്പോലുള്ള എല്ലാവരും ഇവിടെ കിടന്ന് ഇടങ്ങാറാവാൻ കാരണം ഇവിടുത്തെ വൃത്തികെട്ട രാഷ്ട്രീയമാണ്. അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് നെറിയട്ട പരിപാടിയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു വെക്കണം. പ്രതിഷേധിക്കും ഇല്ല എന്നുള്ളതിലല്ല, എപ്പോഴും ഞാൻ പറയുന്ന പോലെ അത് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിഞ്ഞു വെക്കണം. അത് കാണുമ്പോൾ അത് എന്താ സാധനം എന്നൊന്ന് അറിഞ്ഞു വെക്കണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് അറിഞ്ഞു വെക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീഡിയാസിനൊന്നും അത് ഇപ്പോൾ ന്യൂസിനൊന്നും അതൊരു ചർച്ചാ വിഷയമല്ല. ജസ്റ്റ് ഒരു ന്യൂസ് അവർ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഡിബേറ്റ്, അത്രേ ഉള്ളൂ. കേരളത്തിൽ അതിനെക്കുറിച്ച് എതിർക്കണില്ല, ബാക്കിയുള്ള സംസ്ഥാനത്തിൽ എതിർക്കണില്ല. കാരണം ഇവരെല്ലാവരും രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരെ എതിർക്കില്ല, കാരണം ഇവരത് ചെയ്യേണ്ടാവാം. കള്ളവോട്ട് പറയുന്ന സാധനം ഇവരും ചെയ്യേണ്ടാവും. കാരണം ചില സമയത്ത് നമ്മുടെ ജനവിധി ആയിരിക്കില്ല സർക്കാർ. അതായത് നമ്മൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഇത് നമ്മുടെ ജനവിധി അല്ലല്ലോ. കാരണം ഇങ്ങനത്തുള്ള കള്ളവോട്ട് കാര്യങ്ങൾ കയറുമ്പോൾ നമ്മുടെ ആ വോട്ടിനടക്കം വാല്യൂ ഇല്ലാണ്ടാവണം. സോ നമുക്കൊരു വിലയില്ല. അപ്പം ഇനി പോകെ നമ്മൾ ചിലപ്പോൾ വോട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവില്ല, വോട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു നേതാവ് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ പോകാണ്ട് ജനങ്ങൾക്ക് എത്തിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. സോ അതിനെതിരെ നമ്മൾ സംസാരിക്കണം, എല്ലാവരും അറിഞ്ഞു വെക്കണം. മനസ്സിലായി? ഇത് ഇന്നോ നാളെയോ നമ്മളെ എഫക്റ്റ് ചെയ്യും. അതാരും ചിന്തിക്കണില്ല. പുറത്ത് എന്ത് നടന്നാലും അത് സ്റ്റോറി സ്റ്റാറ്റസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യും. സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നമില്ല. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല എല്ലാവരുടെയും. അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെക്കുക. വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല സോഷ്യൽ മീഡിയയിൽ അത് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞു വെക്കുക. പറ്റുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ഉപകരിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക, പ്രതിഷേധിക്കുക. ഓക്കെ, പ്ലീസ് ദയവ് ചെയ്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിഞ്ഞു വെക്കുക. രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാതെ പോകരുത്. കാരണം അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു.